ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്ബോ ഗെയിമർ. മറ്റൊരു കിടക്കജയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ഏതെങ്കിലും കൂട്ടാറുണ്ട്, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എപ്പിസോഡ് 6 ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് 171 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി 29 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമുക്ക് 200 എന്നൊരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലായിട്ട് കിടക്കാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പം നമ്മുടെ കടയുടെ ഇപ്പുറത്തേത് ഒരു സ്റ്റോറേജ് ഉണ്ട്. ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ, ഈ ഒരു സ്റ്റോറേജ്. ഞാനത് കണ്ടു, പക്ഷേ നമ്മുടെ കടയുടെ ഒരു ഭാഗമാണെന്ന് ഞാൻ വിചാരിച്ചില്ല ആ സ്റ്റോറേജ്. അത് സീനില്ല. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അസിസ്റ്റൻറ്റിനെ ഹയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അവന് സാലറി ഒക്കെ കൊടുക്കണം നമുക്ക്. അപ്പം ഞാൻ ഓഫ് ക്യാമിൽ ഇരുന്ന് കുറച്ച് ഗ്രൈൻഡ് ചെയ്തു ഗൈസ്. ഓക്കെ, അപ്പോൾ കുറച്ച് ഞാനൊന്ന് ഇവിടെ നിന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പൈസ ഒക്കെ കിട്ടി. പിന്നെ നമ്മുടെ നേരത്തെ എപ്പിസോഡിൽ നമ്മൾ കുറേ ലൈറ്റൊക്കെ ഇവിടെ വെച്ച് സെറ്റാക്കിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് അസിസ്റ്റൻറ്റിനെ ഹയർ ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ഒരു ഫ്രീസർ ഇരിക്കുന്നു. ഈ ഫ്രീസറിൻ്റെ കാര്യം നമുക്കുണ്ടോ? നമുക്കിതങ്ങ് സെല്ല് ചെയ്താലോ? നമുക്കിതങ്ങ് സെല്ല് ചെയ്യാം ഗൈസ്. ഇതെങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഓക്കെ, നമ്മൾ സെല്ല് ചെയ്ത് വേണ്ട $200 കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രീസർ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല, അതുകൊണ്ട് അത് പോകണ തന്നെയാണ് നല്ലത്. ഞാൻ വെറുതെ വാങ്ങിച്ചു വെച്ചു ഗൈസ്, സീനില്ല. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഒരു ഉപ്പ് വാങ്ങിക്കണം. ഉപ്പ് കുറഞ്ഞിരിക്കുക നമ്മുടെ. പിന്നെ നമുക്ക് 2 പീനട്ട് ബട്ടറിന് വില കൂടിയിട്ടുണ്ട്, അപ്പോൾ അത് 2 വാങ്ങിച്ചു. പിന്നെ നമ്മുടെ കോഫി ഡാർക്ക് പൗഡർ 2 വാങ്ങിച്ചു. ഓക്കെ, $205 മുട്ട ഒരെണ്ണം ഇരിക്കട്ടെ, ഒരു പാൽ കൂടി ഇരിക്കട്ടെ. ഓക്കെ, പാലെന്ത് ചെയ്യും നമ്മുടെ? ഓക്കെ, ഒരു പാലൂടെ നമ്മൾ വാങ്ങിച്ചു. ഓക്കെ, അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടോട്ടൽ ഇപ്പോൾ $392 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇവിടെ വെക്കാം. നമ്മുടെ ഇതെന്തുവാ, നമ്മുടെ മറ്റേ കോഫി ഡാർക്ക് പൗഡർ അതെടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ വെക്കാം, അല്ല ഈ ഒരു സൈഡിൽ വെക്കാം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമ്മളിത് 2 പർച്ചേസ് ചെയ്തായിരുന്നു. 2 പർച്ചേസ് ചെയ്തായിരുന്നു തോന്നുന്നു കേട്ടോ. നമുക്കപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തങ്ങോട്ട് വെക്കാം ഗൈസ്. പിന്നെ നമ്മുടെ പാലും പിന്നെ നമ്മുടെ ആ ഒരു മുട്ടയും കൂടെ നമുക്ക് എടുത്ത് വെക്കണം. പാല് നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. പാല് നമ്മുടെ ഇവിടെയും ഇതിൻ്റെ അടിയിലും കൂടെ വെച്ചേക്കാം നമ്മുടെ പാല്. ഓക്കെ, അത് സെറ്റായി. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ ആ മുട്ടയും കൂടെ എടുത്ത് നമുക്കിവിടെ വെച്ചിട്ട് നമുക്ക് കട അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഇവർ പറയുന്നത് നമ്മുടെ വാളൊക്കെ പെയിൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതെങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നതെന്നും കൂടെ നോക്കണം. ഈ ഒരു കളർ നമുക്ക് മാറ്റണോ? വേണേ മാറ്റാം അല്ലേ? ഓക്കെ, അത് മാറ്റാം, വേണേൽ നമുക്ക് മാറ്റാം ഗൈസ്. ഓക്കെ, നമ്മൾ മുട്ട അതിനകത്ത് വെച്ച് എന്നിട്ട് ഇതുകൊണ്ട് അതിനകത്ത് ഇടാം. ഓക്കെ, സെറ്റ്. പിന്നെ നമുക്കിനി വില കൂട്ടാനായിട്ട് വല്ലതും ഉണ്ടോ? നമ്മൾ ഉപ്പെല്ലാം ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചു. ഓക്കെ, മുട്ടയ്ക്കൊക്കെ എന്തുവാ വില? മുട്ടയ്ക്ക് 3 നമുക്ക് $5.10 ഇടാം, അല്ലേ നമുക്ക് നഷ്ടമായിരിക്കും. ഓക്കെ, വെള്ളം കുപ്പിക്ക് വില കൂടിയോ? വെള്ളം കുപ്പിക്കൊന്നും കുഴപ്പമില്ല. പാലിന് വില കൂടിയോ? ഇല്ല. 3.10 കേട്ടോ. നമുക്ക് $4.25 ഇടാം. ഓക്കെ, പാലിന് അതിട്ട്. ഓക്കെ, നമുക്കേ നമ്മുടെ കട അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. അതിനു മുമ്പേ നമുക്ക് അതുകൊണ്ട് അവിടെ നമ്മുടെ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് വാള് പെയിൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അങ്ങനെയാണെന്ന് നോക്കട്ടെ. പറഞ്ഞാണോ? അതല്ല, ഇതെങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു കളറിലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. സീനില്ല. നമുക്കപ്പം നമ്മളുടെ മാനേജ്മെൻറ്റിൽ പോയിട്ടേ നമുക്ക് ഹയറിങ് നോക്കിയിട്ട് നമുക്ക് ഒരാളെ ഹയർ ചെയ്യാൻ പറ്റും കേട്ടോ. റിക്വയർഡ് സ്റ്റോർ ലെവൽ 10. നമ്മുടെ ലെവൽ 10. അപ്പോൾ ഡെയിലി വേജ് അവന് $80 കൊടുക്കണം. ഹയറിങ് കോസ്റ്റ് $100. ഓക്കെ, നമുക്ക് അവനെ ഹയർ ചെയ്യാം അല്ലേ? അല്ലേ നമുക്ക് കുറച്ചുകൂടെ പൈസ കിട്ടിയിട്ട് നമുക്ക് അവനെ ഹയർ ചെയ്യാം. ആദ്യം കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഓക്കെ, നമുക്ക് അവനെ ഹയർ ചെയ്യണം. അതിന് മുമ്പേ ഇത് ഇച്ചിരി അങ്ങോട്ട് നീക്കാനായിട്ട് ഇച്ചിരി നമുക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാം. ഇത് ഇച്ചിരി ഇങ്ങോട്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ ടേബിൾ എടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ വെക്കാം അല്ലേ? ഓക്കെ. ഓക്കെ, ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. നമുക്കപ്പോൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കാം ആൾക്കാരുടെ കയ്യിൽ നിന്ന്. ഓക്കെ, കാർഡ $49.50 കിട്ടി. ഓക്കെ, സെറ്റ്. സ്ഥലം പോരട്ടെ. മുട്ട, സിറിയൽ, ചോപ്പിക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ബാലൻസ് 4 1 2 3 4.80. ഓക്കെ, വിട്ടോ. ഓക്കെ,
ഓക്കെ, ഇവിടെ എൻ്റെ ചേട്ടൻ ഉപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഉപ്പിന് വില കൂടുതലാണ് കേട്ടോ. ഉപ്പിന് ഇന്നത്തെ ദിവസം ഉപ്പിന് വില കൂടി. അപ്പോൾ നമ്മൾ കുറച്ച് വില കിട്ടും ഉപ്പിന്. ഓക്കെ, ഇവിടെ പീനട്ട് ബട്ടർ, പാസ്ത, ഓക്കെ, കാർഡ, ഓക്കെ, $34.70. അയ്യോ, $70. ഓക്കെ, അടുത്ത ആള് പാസ്ത കാർഡ. നമുക്ക് $18.50 സെറ്റ്. അടുത്ത ആൾ പോരട്ടെ, 4.25. 4.25. ഓക്കെ ഓക്കെ, കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല ലാഭമുണ്ട്. $63 കിട്ടുക. ഏതാ? ഓക്കെ, നമുക്ക് ആ മാനേജ്മെൻറ്റിൽ പോയിട്ട് നമ്മുടെ ഇവനെ അങ്ങോട്ട് ഹയർ ചെയ്യാം. അതിന് മുമ്പ് ബില്ലൊക്കെ ഒന്ന് പേ ചെയ്യട്ടെ. ബാങ്കിലെ ബില്ല്. നമുക്ക് ഇനിയും ലോൺ എടുക്കാൻ പറ്റും കേട്ടോ. 2000 നമുക്ക് തൽക്കാലം വേണ്ട. നമുക്ക് ഇപ്പോൾ പൈസ ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തൽക്കാലം ഞാൻ ലോൺ എടുക്കുന്നില്ല. നമുക്ക് മാനേജ്മെൻറ്റിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഹയറിങ്ങിൽ പോയിട്ട് നമ്മുടെ ആളെ ഹയർ ചെയ്യാം. ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മുടെ ആളെ ഇവിടെ ഹയർ ചെയ്തിട്ടുണ്ട്. അതേണ്ടേ, ഇവൻ നോക്കിക്കോളും കേട്ടോ. അതാണ്ട് ഇവൻ ചെക്കൗട്ടൊക്കെ നോക്കി വിടുന്നുണ്ട്. നമുക്ക് പൈസ കിട്ടുമോ? ഓക്കെ, കാർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് പൈസ കിട്ടുന്നുണ്ട് കേസ്, നല്ല പൈസ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവനെ വെച്ചത് എന്തുകൊണ്ട് നന്നായി. നമുക്കിനി ജോലി ചെയ്യണം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അടങ്ങിയിരിക്കാം. ഓക്കെ, നമ്മൾ പുതിയ ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ കടയിലോട്ട് വെക്കാം. നമ്മൾ ഈ ഫ്ലോർ ഇതുവരെ വാങ്ങിച്ചില്ല. അതായത് ഈ ഒരു ഫ്ലോർ, ആ ചുമന്ന കളറിലെ ഫ്ലോർ ഒരെണ്ണം ഇരിക്കട്ടെ. പിന്നെ ഏതാ? പിന്നെ നമുക്ക് ബസുമതിയുടെ ഒരു അരി, ഒരു ഒലീവ് ഓയിൽ വാങ്ങിക്കാം. ഒലീവ് ഓയിൽ എടുത്തായിരുന്നോ? ഒലീവ് ഓയിൽ എടുത്തു. ഓക്കെ, നമുക്ക് അതെല്ലാം കൂടെ ഇവിടെ കൊണ്ട് വെക്കാം. അതുകൊണ്ട് ആൾക്കാർ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഓരോന്നോരത് തീർന്നു. നമ്മുടെ എണ്ണയൊക്കെ തീർന്നു. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഇനി വാങ്ങിച്ച് വെക്കണം. നമുക്കൊരു ഷെൽഫ് കൂടെ അങ്ങ് വാങ്ങിച്ചാലോ ഗൈസ്. കാരണം ഒരു ചെറിയൊരു ഷെൽഫ് കൂടെ നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ പിന്നെ സ്ഥലം കാണത്തില്ല. ഓക്കെ, നമുക്ക് ചെറിയൊരു ഷെൽഫ് കൂടെ വാങ്ങിക്കണം. അതിന് മുമ്പേ ഞാൻ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ട് വെക്കാം. ഇത് ഇവിടെ വെക്കും. ഇവിടെ ഇരിക്കട്ടെ. ബസുമതി അരി, നമ്മുടെ ബിരിയാണി വെക്കാനൊക്കെ പറ്റിയ അരിയാണ് ബസുമതി റൈസ്. ഓക്കെ, നമ്മുടെ ഫ്ലോറ് ഇതും കൊണ്ട് ഇവിടെ വെക്കാം. ഇതെവിടെ വെക്കും? നമുക്ക് ഈ ഒരു സൈഡിൽ വെക്കാം. ഓക്കെ, അതിന് വില കിട്ടില്ല. അതിന് വില കിട്ടില്ലടേ. അതിന് വില കിട്ടില്ല. അതുകൊണ്ട് അവൻ ഇപ്പം അതെടുക്കും. ഇല്ലില്ല, ഒലീവ് ഓയിൽ നമ്മൾ $7 ഇട്ടായിരുന്നു. മാർക്കറ്റ് പ്രൈസ് 6.28. നമുക്ക് $8 ഇടാം. ഓക്കെ, അതിന് പ്രൈസ് ഇട്ടു. ഇതിനും $8. ഇതിന് $7. അത് കിടക്കട്ടെ. ഓക്കെ, നമുക്ക് ഇത് ഫ്ലോറാണ്. നമുക്ക് ഈ ഫ്ലോറും കൂടെ കൊണ്ടുപോയിട്ട് നമുക്കിവിടെ വെക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ പീനട്ട് ബട്ടർ തീരാറായോ? ഇല്ല, പീനട്ട് ബട്ടർ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഷെൽഫ് കൂടെ വാങ്ങിച്ച് വെക്കാം. നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഈ ഫ്രിഡ്ജ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ വെക്കാം. ഫ്രിഡ്ജ്. ഓക്കെ, ഈ ഒരു സൈഡിൽ ഇരിക്കട്ടെ ഫ്രിഡ്ജല്ലേ. ഇച്ചിരി ഇങ്ങോട്ട് നീക്കി. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ ഫ്രിഡ്ജ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷെൽഫൊക്കെ ഇങ്ങോട്ട് നീക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഷെൽഫ് നമുക്ക് വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് സ്മോൾ ഷെൽഫാണ് നമ്മൾ വെക്കാൻ പോകണം കേട്ടോ. വലിയത് വെക്കുന്നില്ല. കാരണം വലുത് വെക്കാനുള്ള സ്ഥലം നമുക്കിവിടെ ഇല്ല. ഉണ്ട്, ഈ ഒരു സൈഡിൽ നമുക്ക് വലിയ ഒരെണ്ണം വെക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ നമുക്ക് ചെറിയ ഒരെണ്ണം വാങ്ങിച്ച് ഈ ഒരു സൈഡിലായിട്ട് വെക്കാം കേട്ടോ. ഇവിടെ ചെറിയ ഒരെണ്ണം നമുക്ക് വാങ്ങിക്കാം. ചെറിയൊരു ഷെൽഫ് വാങ്ങിക്കാം. ഈ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യട്ടെ. ഓക്കെ, ഫർണിച്ചേഴ്സിൽ പോയിട്ട് സ്മോൾ ഷെൽഫിന് എത്ര വില? ഷെൽഫ് സിംഗിൾ. ഓക്കെ, പർച്ചേസ് ചെയ്തു. നമുക്കേ അതും കൊണ്ട് ഇവിടെ വെക്കാം. ഈ ഒരു സൈഡിലായിട്ട് വെക്കാം. അതാകുമ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ വെക്കാമല്ലോ. തുറന്നിട്ട് ഇങ്ങനെ. ഓക്കെ, നമുക്ക് ഈ ഒരു സൈഡിൽ ഇത് ഡബിൾ വെക്കാനുള്ള ഉണ്ടോ? ഇത് ഇല്ല, ഡബിൾ വെക്കാനുള്ള ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇരിക്കട്ടെ. നമ്മുടെ ആ ഒരു ഷെൽഫ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഇത് അവിടെ വെച്ച് നമ്മുടെ ഫ്രിഡ്ജ്, നമുക്കൊരു ഡബിൾ ലെയർ ഫ്രിഡ്ജ് വാങ്ങിക്കണം കേട്ടോ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ അപ്പോൾ ഡബിൾ ലെയർ ഫ്രിഡ്ജ് നമുക്ക് ഒരെണ്ണം പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവൻ ഇവിടെ എല്ലാം വാങ്ങിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവൻ ബില്ലടിക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ, അടിപൊളി. ഏതാ? അപ്പം നമുക്ക് 8:36 നമുക്ക് എന്തെങ്കിലും സാധനങ്ങളും കൂടെ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ അങ്ങ് വാങ്ങിച്ച് വെക്കാം. വല്ലതും ഉണ്ടോ വാങ്ങിക്കാനായിട്ട്? ഇല്ല, നമുക്കൊരു ടീ ബ്ലാക്ക് വാങ്ങിക്കാം. ഓക്കെ, അതുകൂടെ ഇരിക്കട്ടെ. പിന്നെ ഏതാ? ബയോ എക്സ് വേണ്ട. നമുക്ക് ഈ ഒരു ടീ ബ്ലാക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ കൊണ്ട് വെക്കാം. ഓക്കെ, ടീ ബ്ലാക്ക് നമുക്ക് ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ കുറേ ആയി അതൊന്ന് വാങ്ങിച്ചിട്ട്. അപ്പം നമുക്ക്
ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മുടെ ടീ ബ്ലാക്ക് പൗഡർ ഓക്കെ സെറ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ട് നമുക്കേ എത്ര വില വരുമെന്ന് നോക്കട്ടെ. ഇതിന് മാർക്കറ്റ് പ്രൈസ് 4.77. ഓക്കെ, 5.40 എടുക്കട്ടെ. നമ്മൾ ഒരുപാട് ഡോളർ ഇടുന്നില്ല, ഇട്ടാൽ ചിലപ്പോൾ ആൾക്കാർ വാങ്ങിക്കത്തുമില്ല. ഓക്കെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ക്യാഷറിനെ ഹയർ ചെയ്തു, പിന്നെ നമ്മളൊരു ഷെൽഫ് സിംഗിളും വെച്ചു. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ മതി. എന്നിട്ട് നമുക്ക് ഇനിയും നമുക്ക് ഇവിടെ ഒരു സെറ്റ് ആക്കണം. അതായത് ഷെൽഫൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് നമ്മുടെ ചുറ്റിന് ഷെൽഫൊക്കെ വെച്ച് സെറ്റ് ആക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഗൈസ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പുതിയൊരു ദിവസം കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ കടയൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, 9 മണിയായിട്ടുണ്ട്. ഓക്കെ സെറ്റ്. ഇന്ന് ബോട്ടിൽ ബട്ടറിനൊക്കെ വില കൂടി. പീനട്ട് ബട്ടറിനും വില കൂടി. നമുക്ക് വിലയും കൂടി ഇട്ടിട്ട് നമുക്ക് 7.10 ഡോളർ കിടക്കട്ടെ നമ്മുടെ പീനട്ട് ബട്ടറിന്. ഓക്കെ സെറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം കാണാം ഗൈസ്. എല്ലാ കൂട്ടർക്കും ബൈ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.